കഴിഞ്ഞ 10-15 വർഷത്തിനിടെ ലോകത്തെ ചേരികളിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. നല്ല മിത്രങ്ങളെ തിരിച്ചറിയാൻ ലോകത്തിന് പ്രേരകമായത് ഇന്ത്യയുടെ നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ ഭീഷണികൾക്കിടയിലും ഇന്ത്യയുമായി ലോകത്തെ ഏറ്റവും ബൃഹത്തായ വ്യാപാര കരാർ എഴുതാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറായത്. അതിനെല്ലാം കാരണം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസമെന്ന കറൻസിയാണ്. വിശ്വാസമാണ് ഏറ്റവും വലിയ പവർ. ശ്രദ്ധിച്ച് കേൾക്കണം. സംഘർഷം മൂർച്ഛിച്ചപ്പോൾ ഇറാൻ എടുത്ത ഉഗ്രാസ്ത്രമാണ് ഹോർമുസിന്റെ നിയന്ത്രണം. ലോകത്തെ ഓയിൽ ലോജിസ്റ്റിക്സിന്റെ വലിയ ഭാഗം കടന്നുപോകുന്ന ഹോർമുസ് അടയ്ക്കുന്നുവെന്നാൽ ഇന്ത്യ പോലെ വലിയ ഊർജാവശ്യങ്ങൾക്കുള്ള രാജ്യങ്ങളുടെ ചലനം നിൽക്കുന്നുവെന്നാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയുമായി ചങ്ങാത്തമുള്ള രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച്. ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണ്ട് ശേഖരിച്ച് കരുതലായി വെച്ചിരിക്കുന്ന വൻ എണ്ണശേഖരം കൊണ്ടും ഓൾട്ടർനേറ്റ് ഓയിൽ സോഴ്സിംഗ് കൊണ്ടും രാജ്യത്തെ ചലനാത്മകമാക്കി നിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നു. ഹോർമുസ് കടന്ന് ഓയിൽ ടാങ്കർ ഷിപ്പുകളെ ഇറാൻ പോകാൻ അനുവദിച്ചപ്പോൾ അതിലുണ്ടായത് റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകളാണ്. ഓർക്കണം, ചൈനയും റഷ്യയും അമേരിക്കയുടെ ബദ്ധവൈരികളും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചവരുമാണ്. പ്രത്യക്ഷത്തിൽ അമേരിക്കൻ ഇസ്രായേൽ സഹകരണത്തിൽ മുന്നോട്ടു പോകുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇറാൻ കടത്തിവിട്ടതിൽ ഇന്ത്യയുടെ പുഷ്പക്, പരിമൾ എന്നീ ടാങ്കറുകളും ഉണ്ടായിരുന്നു. ഈ നിമിഷം ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ നിർണായകമാണ്. കാരണം 2024 ഇന്ത്യ 3400 കോടിയുടെ ചബാർ പോർട്ട് ഡെവലപ്മെന്റ് ഏറ്റെടുത്തിരുന്നു. പോർട്ട് മാത്രമല്ല, അതിനെ സെൻട്രൽ ഏഷ്യയുമായി കണക്ട് ചെയ്യും വിധം അഫ്ഗാൻ വഴി റോഡ് പദ്ധതിയും ഇന്ത്യ പൂർത്തിയാക്കി വരികയാണ്. ഇങ്ങനെ ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നമ്മുടെ ആയുധാവശ്യങ്ങൾക്ക് ഇസ്രായേലുമായി അടുത്തത്. അതാണ് ഒരു രാജ്യത്തിൻ്റെ ഭയമില്ലായ്മ. ഗ്ലോബൽ സൂപ്പർ പവറുകളുടെ ഉമ്മറത്ത് ലോകകാര്യങ്ങൾ തീരുമാനിച്ചിടത്ത് നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ അഭിപ്രായവും ഇടപെടലും നിർണായകമാകുന്ന കാലഘട്ടത്തിലേക്ക് ലോകക്രമം എത്തിയെന്നതാണ് വസ്തുത.